ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 28-ാം വാക്യം. നാമോ സഹോദരന്മാരെ ഇസഹാക്കിനെ പോലെ വാഗ്ദത്തത്താൽ ജനിച്ച മക്കൾ ആകുന്നു. ക്രിസ്തുവിലൂടെ നാം വീണ്ടും ജനിച്ചത് ദൈവത്തിൻ്റെ വാഗ്ദത്ത നിവൃത്തിയാണ്. നിന്നിൽ ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന് അബ്രഹാമിനോട് അരുളി ചെയ്ത വാഗ്ദത്തത്തിൻ്റെ നിവൃത്തിയാണ് അത്. അബ്രഹാമിനോടുള്ള വാഗ്ദത്തങ്ങൾ ഇസഹാക്കിൽ നിവർത്തിച്ചതുപോലെ തൻ്റെ പുത്രനിലുള്ള അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് സൗജന്യമായി നൽകിയിരിക്കുന്നു. അത് കേവലം ഭൗമിക കാര്യങ്ങൾ മാത്രമല്ല, ഒരിക്കലും നശിച്ചു പോകാത്ത നിത്യമായ അനുഗ്രഹങ്ങൾക്ക് നാം അവകാശികളായി തീർന്നുമിരിക്കുന്നു. വാഗ്ദത്ത സന്തതിയായ ഇസഹാക്കിനെ ദാസിയുടെ സന്തതിയായ ഇശ്മായേൽ ഉപദ്രവിച്ചതുപോലെ ആത്മാവിനാൽ വീണ്ടും ജനിച്ച നമ്മെ ഇന്നും അടിമത്തത്തിലിരിക്കുന്നവർ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന് പൗലോസ് അപ്പോസ്തലൻ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. ലോകത്തിന് നന്മ ചെയ്യുന്നവരായിരുന്നിട്ടും ഒരു കാരണവും കൂടാതെ നമ്മെ ഉപദ്രവിക്കുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല. എന്നാൽ ഇത് കുറച്ചു കാലത്തേക്ക് മാത്രമാണ്. സുവിശേഷം നിമിത്തം ഇന്ന് ഉപദ്രവിക്കപ്പെടുന്ന നാം നിത്യ തേജസ്സിൻ്റെ പ്രതിഫലം പ്രാപിക്കുന്ന നാളിൽ ഉപദ്രവിച്ചവർ പുറത്താക്കപ്പെടുമെന്ന ചരിത്രം ആവർത്തിക്കുകയും ചെയ്യും. വാഗ്ദത്ത സന്തതികളാണ് നാം എന്ന ബോധ്യം ഓരോ നാളും നമ്മെ ഭരിക്കട്ടെ. നിന്ദകളും അപമാനങ്ങളും നമ്മെ ഒരിക്കലും തളർത്താതിരിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.